to provide for the eviction of unauthorized occupants of the Waqf. The members who are opposing the motion may make brief explanatory statement, very brief. Shri Abdul Wahab, not present. Dr. John Brittas, Shri Abdul Wahab. Thank you, sir. You were not here. Just gone to toilet, sir. Just. ഈ മുസ്ലിം ലീഗുകാർ എവിടെ ചെന്നാലും ഇങ്ങനെയാണ്, ചിരിക്കാതെ ഒരു വഴിയുമില്ല. വഖഫ് ബോർഡുകളുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ മോദി സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി ബില്ലിനെതിരെ, ആ അതിമാരകമായ വഖഫ് ബില്ലിനെതിരെ നോട്ടീസ് നൽകിയ മുസ്ലിം ലീഗ് എം പി എതിർക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ രാജ്യസഭയിൽ നിന്നും മുങ്ങിക്കളഞ്ഞു. സ്പീക്കർ പലതവണ ലീഗ് എം പി PV അബ്ദുൽ വഹാബിന്റെ പേര് വിളിച്ചു, മറുപടിയില്ല. ഒടുവിൽ പ്രതിപക്ഷ സ്വരമായി മുസ്ലിം ലീഗിന്റെ രക്ഷക്കെത്തിയത് ബില്ലിനെതിരെ ഓപ്പൺ നോട്ടീസ് നൽകിയ ജോൺ ബ്രിട്ടാസ്. ബ്രിട്ടാസ് തനിക്ക് അനുവദിച്ച സമയത്ത് സംസാരിച്ച് അവസാനിപ്പിച്ചപ്പോൾ അബ്ദുൽ വഹാബ് തിരികെ വന്നു. എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ടോയ്ലറ്റിൽ പോയതാണ് സാർ എന്നായിരുന്നു വഹാബിന്റെ മറുപടി. സഭയിലാകെ പൊട്ടിച്ചിരിയായി. ധൃതി കൂട്ടണ്ട, നിങ്ങൾക്ക് കൂടി വേണ്ടി ജോൺ ബ്രിട്ടാസ് സംസാരിച്ചിട്ടുണ്ടെന്നും സമയമെടുത്ത് വന്നാൽ മതിയെന്നും ചെയർ പറഞ്ഞതോടെ സഭയിൽ വീണ്ടും പൊട്ടിച്ചിരിയായി. ഇത്രയേ ഉള്ളൂ മുസ്ലിം ലീഗിന് തങ്ങളെ ബാധിക്കുന്ന ഒരു ബില്ലിൽ പോലും. ഉത്തരം മുട്ടുമ്പോൾ എഴുന്നേറ്റോടും ടോയ്ലറ്റിലേക്ക്. ഒടുവിൽ രക്ഷയ്ക്കെത്തുക പതിവ് പോലെ CPM അംഗങ്ങളും. ഇത് പുതിയ പതിവൊന്നുമല്ല. ലീഗ് എം പിമാർക്ക് രാജ്യസഭയിലും ലോക്സഭയിലും ഇത് പതിവാണ്. Thank you, sir. You were not here. Just gone to toilet, sir. Just. And I thought that our. But I hope you did not hurry up. Okay. And I'll tell you why. When Dr. John Brittas is on his legs, you need not hurry up. Brittas Only the chair has to look at the clock. Our concern is. Yes. Our concern is this withdrawal of the bill only. You are talking. He is talking about the new bill which is supposed to come. ജോൺ ബ്രിട്ടാസിന്റെ പ്രതിഷേധവും കൂടി ശക്തമായതോടെ പാർലമെന്റിൽ ഒറ്റക്കെട്ടായി ഇന്ത്യ കൂട്ടായ്മയും ബില്ലിനെ എതിർത്തു. മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്ന് CPM ലോക്സഭാ കക്ഷി നേതാവ് K. രാധാകൃഷ്ണൻ ലോക്സഭയിലും പറഞ്ഞു. സംസ്ഥാനങ്ങളുടെയോ മുസ്ലിം സംഘടനകളുടെയോ കൂടിയാലോചന പോലും നടത്താതെയാണ് ബിൽ കൊണ്ടുവന്നതെന്നും വഖഫ് സ്വത്തുക്കൾ കൈക്കലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കമാണിതെന്നും K. രാധാകൃഷ്ണൻ ശക്തമായി ആരോപിച്ചു. ഇതോടെ ഭിന്നിപ്പ് ലക്ഷ്യമിടുന്നതും ഭരണഘടനാ തത്വങ്ങൾ ലംഘിക്കുന്നതുമായ വഖഫ് ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്റ് സമിതിയുടെ പരിശോധനയ്ക്ക് സ്പീക്കർക്ക് വിടേണ്ടി വന്നു. രാജ്യസഭയിൽ ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു ബിൽ അവതരണം ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം കടുത്ത പ്രതിഷേധമുയർത്തി. ഭേദഗതികൾ ഫെഡറൽ തത്വങ്ങൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾക്കും വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി. ആരുടെയും അവകാശങ്ങൾ കവരാനല്ല ബില്ലെന്ന് റിജിജു പ്രതിരോധിച്ചെങ്കിലും പ്രതിപക്ഷം ശക്തമായ നിലപാടെടുത്തു. 95 കേന്ദ്ര വഖഫ് നിയമത്തിൽ 40ഓളം ഭേദഗതി നിർദ്ദേശിക്കുന്നതാണ് ഈ ബിൽ. വസ്തുവകകൾ വഖഫ് സ്വത്തുക്കളെ പ്രഖ്യാപിക്കാനുള്ള ബോർഡിന്റെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നതും വഖഫ് സ്വത്തുക്കളിൽ ജില്ലാ മജിസ്ട്രേറ്റുമാരുടെ നിരീക്ഷണം ഏർപ്പെടുത്തുന്നതുമാണ് ബില്ലിലെ പുതിയ വ്യവസ്ഥകൾ. കേന്ദ്രത്തിന്റെ ഈ നീക്കത്തിനെതിരെ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് നോട്ടീസ് നൽകി. അതിരൂക്ഷ വിമർശനമാണ് കേന്ദ്രത്തിന്റെ ഇരട്ടത്താപ്പ് നയത്തിനെതിരെ ബ്രിട്ടാസ് സഭയിൽ ഉയർത്തിയത്. Dr. John Brittas. Thank you, sir. Dr. John, very brief. Sir, I have submitted the objection under Rule 119. Sir, 2014, this bill was introduced in Rajya Sabha precisely because Under Rule 119, sir. 119. It was intended to free the encroachment of Waqf properties. And if you look at the objectives, these are all model objectives which we should have adhered to. This government deliberately delayed getting the confirmation of the House and the Parliament. Now, sir, this bill is being withdrawn precisely to bring another bill that is to encroach upon the Waqf properties. Diametrically opposite intentions. And the intention of the government is suspect. They want to create polarization in the society. They want to polarize the Indian people. They want to play politics. And
my submission is that Waqf properties, the government has no business to get into that. And the bill which has been circulated is against the spirit of these Waqf properties. They are diluting the Waqf Act. They are trying to bring in non-Muslims into the Waqf governing. They are going to bring in collector to adjudicate on matters with regard to the Waqf properties. I would urge upon the government that at a time when we have so many examples which are coming from neighboring countries, we should be striving to ensure the social fabric of this country remain intact. So, my only request to this government is that, see, the government should learn a lesson from the last mandate which was given to you. The people of this country doesn't appreciate your bulldozer politics. You indulge in bulldozer politics. You try to create polarization. Please. Sir, this is my right. So, my objection to this withdrawal of the bill is that this withdrawal is being effected precisely to bring in another bill to dent the social harmony of this country. I strongly object to this. Thank you, sir.